ജൂലൈ മാസം തിയേറ്ററുകളിലും ഡിജിറ്റലായും റിലീസാകുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഈ പറയുന്ന ഡേറ്റുകൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ ദിവസം ഇന്ന് വരെ ലഭ്യമായ വിവരങ്ങൾ വെച്ചാണ്. മിക്ക സിനിമകളുടെയും ഡേറ്റുകളൊക്കെ ആദ്യം പറഞ്ഞതിൽ നിന്നും പിന്നീട് മാറ്റാറുണ്ട്, പ്രത്യേകിച്ച് മലയാളം പടങ്ങളുടെയൊക്കെ. അത് അതാത് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ തീരുമാനത്തിനനുസരിച്ചാവും. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഓർക്കുക. സോ 30+ upcoming films and series releasing in July 2025. ജൂലൈ 2-ന് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് എന്നൊരു ഇംഗ്ലീഷ് ആക്ഷൻ കോമഡി ചിത്രം റിലീസ് ആവുന്നുണ്ട്. ജോൺ സേന, പ്രിയങ്ക ചോപ്ര, ജാക്ക് വേ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. ജൂലൈ 3-ന് ഇംഗ്ലീഷ് ഹൊറർ സീരീസ് സാൻഡ്മാൻ സീസൺ 2 നെറ്റ്ഫ്ലിക്സിൽ റിലീസാകും. ഇത് 2 പാർട്ടായിട്ടാണ് ഇറങ്ങുന്നതെന്നാണ് തോന്നുന്നത്. ജൂലൈ 4-ന് കുറേയധികം സിനിമകളും സീരീസുകളും വരുന്നുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ദിലീപിന് ജൂലൈ 4 ലക്കി ദിവസമായിരുന്നു. CID മൂസ പാണ്ടിപ്പടം മുതൽ എല്ലാ വർഷവും ഓരോ പടം ഇങ്ങനെ റിലീസ് ആകുന്നുണ്ടായിരുന്നു. ചുമ്മാ ഓർത്തപ്പോ പറഞ്ഞാണ്. ജുറാസിക് പാർക്ക് ഫിലിം ഫ്രാഞ്ചൈസിലുള്ള ജുറാസിക് വേൾഡ് റീബർത്ത് ജൂലൈ 4-ാം തീയതി തിയേറ്ററുകളിൽ റിലീസാകും. സ്കാർലറ്റ് ജോൺസൺ ആണ് പ്രധാന വേഷത്തിൽ വരുന്നത്. കുറെ തവണ മാറ്റിവെച്ച വിജയ് ദേവരകൊണ്ടയുടെ തെലുഗു ആക്ഷൻ പടം കിങ്ഡമും 4-ാം തീയതി റിലീസാവുമെന്ന് പറയുന്നു. ഉറപ്പില്ല. നെക്സ്റ്റ് മലയാളത്തിൽ നിന്നും ഒരു കോമഡി ത്രില്ലർ സിനിമ ധീരൻ ജൂലൈ 4-ന് റിലീസ് ആവുന്നുണ്ട്. ട്രെയിലർ ഒക്കെ ഇതിന്റേത് കൊള്ളാമായിരുന്നു. ശരത് കുമാർ, സിദ്ധാർത്ഥ്, ദേവയാനി തുടങ്ങിയവർ അഭിനയിച്ച തമിഴ് ഫാമിലി ഡ്രാമ 3BHK ജൂലൈ 4-ന് റിലീസ് ആവുന്നുണ്ട്. പേരൻപ്, തരമണി തുടങ്ങിയ പടങ്ങളുടെ ഡയറക്ടർ റാമിന്റെ പുതിയ സിനിമ പറന്തുപോ എന്ന തമിഴ് മ്യൂസിക്കൽ ഡ്രാമ പടവും 4-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. കൂടാതെ ഹിന്ദിയിൽ നിന്നും മെട്രോ ഇന്ദിനോ, നവീൻ ചന്ദ്രയുടെ തെലുഗു ത്രില്ലർ ഷോർട്ട് ടൈം എന്നീ പടങ്ങളും 4-ാം തീയതി തന്നെ തിയേറ്ററുകളിൽ റിലീസാകും. അന്ന് ഡിജിറ്റൽ റിലീസ് ഉള്ളത് ദ ഹണ്ട്, ദ രാജീവ് ഗാന്ധി അസാസിനേഷൻ എന്ന ഹിന്ദി ക്രൈം സീരീസ് സോണി ലിവില്, കീർത്തി സുരേഷിന്റെ ഉപ്പ് കപ്പുറമ്പ് എന്ന തെലുഗു കോമഡി സിനിമ ആമസോൺ പ്രൈമില്, അഭിഷേക് ബച്ചന്റെ കാലിധർ ലാപ്പത്ത എന്ന ഹിന്ദി ഡ്രാമ ഫിലിം C5-ലും റിലീസ് ആവുന്നുണ്ട്. സിയാം എന്ന തായ് ആക്ഷൻ ഹൊറർ മൂവി നെറ്റ്ഫ്ലിക്സിൽ 9-ാം തീയതി റിലീസ് ആകും. ഇനി 10-ാം തീയതി ഫ്രീഡം എന്ന ശശികുമാർ, ലിജോമോൾ ജോസ് ടീമിന്റെ തമിഴ് പടം തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ബ്രിക്ക് എന്നൊരു ജർമ്മൻ ത്രില്ലർ മൂവി നെറ്റ്ഫ്ലിക്സിലും ഡയറക്ട് OTT റിലീസ് ആവുന്നുണ്ട്. 11-ാം തീയതി കുറെ സിനിമകൾ റിലീസ് ആവുന്നുണ്ട്. ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഹോളിവുഡ് സൂപ്പർ ഹീറോ മൂവി സൂപ്പർമാൻ 11-ാം തീയതിയാണ് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നത്. DC യൂണിവേഴ്സിലെ ആദ്യത്തെ സിനിമയാണിത്. സൂപ്പർമാൻ ഫിലിം സീരീസിന്റെ റീബൂട്ട് ആണ് ഇതെന്ന് പറയാം. ഡേവിഡ് ക്വാഡിൻസെറ്റ് ആണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. മലയാളത്തിൽ നിന്നും സൂത്രവാക്യം എന്നൊരു സിനിമ തിയേറ്ററുകളിൽ 11-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. മറ്റേ വിൻസി, ഷൈൻ ടോം ചാക്കോ വിവാദമുണ്ടായ പടം ഇതായിരുന്നു. അനുഷ്ക ഷെട്ടിയുടെ പലതവണ മാറ്റിവെച്ച തെലുഗു ആക്ഷൻ പടം ഖാട്ടി 11-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. രാജ്കുമാർ റാവുവിന്റെ മാലിക് എന്ന ഹിന്ദി ആക്ഷൻ പടവും 11-ാം തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. ഡിജിറ്റൽ റിലീസിൽ 11-ന് സൈഫൈ സീരീസ് ഫൗണ്ടേഷൻ സീസൺ 3 ആപ്പിൾ TV+ലും സ്പെഷ്യൽ ഓപ്സ് സീസൺ 2 ജിയോ ഹോട്ട്സ്റ്റാറിലും റിലീസ് ആകും. 17-ന് അൺടൈംഡ് എന്നൊരു ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട്. ഇനി 18-ാം തീയതി വരുന്ന സിനിമകള് ഹോളിവുഡിൽ നിന്നും A24 ഏരിയസ്റ്റ് പടം വോക്കിൻ ഫിനിക്സ് നായകനാകുന്ന എഡിങ്ടൺ 18-ന് റിലീസ് ആവുന്നുണ്ട്. സൈജു കുറുപ്പിന്റെ മലയാളം കോമഡി പടം ഫ്ലാസ്കും അതുപോലെ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ അപൂർവ പുത്രന്മാരും 18-ന് തന്നെ റിലീസ് ആവുന്നുണ്ട്. ലൈവ് ആക്ഷൻ ആനിമേറ്റഡ് മ്യൂസിക്കൽ ഫിലിം സ്മർഫ്സും പഴയ ഇംഗ്ലീഷ് സ്ലാഷർ ഫിലിം ഫ്രാഞ്ചൈസ് ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മറിന്റെ പുതിയ പടം, അതുപോലെ ഹിന്ദി ഹൊറർ ത്രില്ലർ സോനാക്ഷി സിൻഹ നായികയായിട്ട് വരുന്ന നികിത റോയ് എന്നീ സിനിമകളും 18-ന് തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. ഒപ്പം വാൾ ടു വാൾ എന്ന കൊറിയൻ ത്രില്ലർ ഒറിജിനൽ മൂവി നെറ്റ്ഫ്ലിക്സിലും 18-ന് തന്നെ റിലീസ് ആവുന്നുണ്ട്. ഇനി 25-ാം തീയതിയിലെ റിലീസസ് മാർവലിന്റെ സൂപ്പർ ഹീറോ അഡ്വഞ്ചർ ആക്ഷൻ മൂവി ഫാന്റാസ്റ്റിക് 4 ഫസ്റ്റ് സ്റ്റെപ്സ് ജൂലൈ 25-നാണ് റിലീസ്. MCUവിന്റെ 37-ാമത്തെ പടമാണിത്. ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പടമാണിതും. തമിഴിൽ നിന്നും വിജയ് സേതുപതി, നിത്യ മേനൻ അഭിനയിച്ച കോമഡി ഫാമിലി ഡ്രാമ തലൈവൻ തലൈവിയും 25-ാം തീയതി തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്. പിന്നെ ഹിന്ദിയിൽ നിന്ന് അജയ് ദേവ്ഗന്റെ സൺ ഓഫ് സർദാർ 2, മറ്റൊരു ക്രൈം ത്രില്ലറായ സോലോങ് വാലി, ഇത് രണ്ടും അന്ന് റിലീസ് ആവുന്നുണ്ട്. പൃഥ്വിരാജ്, കജോൾ, ഇബ്രാഹിം അലിഖാൻ തുടങ്ങിയവർ അഭിനയിച്ച സർസമീൻ എന്ന ഹിന്ദി ഒറിജിനൽ മൂവി ജിയോ ഹോട്ട്സ്റ്റാറിൽ 25-ാം തീയതി റിലീസ് ആവുന്നുണ്ട്. സിദ്ധാർത്ഥ് മൽഹോത്ര, ജാൻവി കപൂർ ടീമിന്റെ പരം സുന്ദരിയും ജൂലൈ 25-ന് തന്നെ റിലീസ് ഉണ്ടെന്നും അല്ല മാറ്റിയെന്നും പറയുന്നുണ്ട്. അന്നറിയാം. നെറ്റ്ഫ്ലിക്സിൽ കൊറിയൻ ആക്ഷൻ സീരീസ് ട്രിഗറും 25-ന് റിലീസ് ആവുന്നുണ്ട്. ഫഹദ് ഫാസിൽ, വടിവേലു ടീമിന്റെ മാരീസൻ എന്ന തമിഴ് ചിത്രം ജൂലൈയിൽ തന്നെ റിലീസ് ആകുമെന്ന് പറഞ്ഞിരുന്നു. ഡേറ്റ് ഇതുവരെയും കൺഫേം ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും ജൂലൈ മാസം തിയേറ്ററുകളിലും ഡിജിറ്റലായും റിലീസാകുന്ന സിനിമകളും സീരീസുകളും. ഇതിൽ ഏത് സിനിമ അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമന്റിൽ പറയുമല്ലോ. അതുപോലെ ഏതെങ്കിലും പടമോ അല്ലെങ്കിൽ സീരീസോ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ ശരി.